സമത്വ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സുരക്ഷിതമായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സ്ത്രീ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് വാചാലരാകുമ്പോൾ കൊക്കട്ടിച്ചോലയിലെയും കാബൂളിലെ പർവിനും സിന്ധിലെ കരോക്കാരിക്ക് വിധേയരായ ഹാജ്റയുമെല്ലാം തീരാ നോവായി ഇപ്പോഴും നമ്മെ പിന്തുടരുന്നുണ്ട്. പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയും എന്ന തോന്നലാണ് ആദ്യം വേണ്ടത്. ക്ലാസ് മുറികളിലും മാർക്കറ്റുകളിലും രാഷ്ട്രീയ യോഗങ്ങളിലുമെല്ലാം ഈ ചിന്ത ഒപ്പം നിർത്തണം. പുരുഷ മേധാവിത്വമുള്ള ഡൊമൈനുകളിൽ സ്ത്രീകൾ ശ്രദ്ധ പതിപ്പിച്ചാൽ അവരെ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പരിഹസിക്കാതെ ഒപ്പത്തിനൊപ്പം നിർത്താൻ പുരുഷന്മാർ തയ്യാറാവണം. ആഗോളതലത്തിൽ താരതമ്യേന പരിജ്ഞാനത്തിന് മുതിരാതെ രാജ്യത്തിന്റെ സ്വഭാവ സവിശേഷതകളോട് അന്ധത കാണിക്കാതെ സ്ത്രീകളും പുരുഷന്മാർക്ക് ഒപ്പം നിൽക്കണം. സാമ്പത്തിക സ്രോതസ്സുകൾക്ക് ഒപ്പം നിൽക്കാതെ തൊഴിലാളികളുടെ വിതരണത്തിനും അവരോടൊപ്പം നിൽക്കാൻ സ്ത്രീകൾ തയ്യാറാകണം. വികസനവും ജനാധിപത്യവും സൃഷ്ടിച്ച അവസരങ്ങൾ സ്ത്രീകൾ മനസ്സിലാക്കി മുന്നോട്ട് വരണം. ഇത് മാത്രമല്ല, പുരുഷാധിപത്യ സമീപനങ്ങളിൽ അവർ ഒറ്റക്കെട്ടായി മുമ്പോട്ട് വരണം. പൊതുമേഖലയിലെ കൂലിപ്പണിക്കാരായി സ്ത്രീകൾ മാറാതെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ കർമ്മപദത്തിൽ അവർ പങ്കാളികളാവണം. എങ്കിൽ മാത്രമേ പുരുഷ മേധാവിത്വത്തിന്റെ ചങ്ങല ഭേദിക്കാൻ അവർക്കാകൂ. ഏകാന്തത അദൃശ്യവൽക്കരിക്കപ്പെടുന്ന നഗരത്തിലും ഗ്രാമത്തിലും അവൾ അടിച്ചമർത്തലിൽ നിന്ന് രക്ഷ നേടും.